ഹായ് ഹായ് ഹലോ. ലെറ്റ്സ് ഗോ. ഇത് കൊള്ളാമല്ലോ. വേഷമൊക്കെ മാറിയപ്പോ നീ സ്മാർട്ടായി. അല്ല വല്യേട്ടൻ. വല്യേട്ടൻ. ആ ചേട്ടാ, ഞാനിത് കൊണ്ടുവരണ്ടായിരുന്നു. പാവടയും ബ്ലൗസാ. അല്ല അതും ചേരും ഇതും ചേരും. വാങ്ങിച്ചോ. ഇതെന്തുവാ? നാമൊക്കെ കൊള്ളാമല്ലോ. കൂടെയുള്ള കുട്ടികൾ നിർബന്ധിച്ചപ്പോ വെറുതെ. ആയിക്കോട്ടെ, ലേശം പരിഷ്കാരൊക്കെ ആവാം. ലേശം. സാധനങ്ങളൊക്കെ നന്നായാൽ സദ്യയും നന്നാവും. എന്നാ പറഞ്ഞ പോലെ 24-ാം തീയതി ഉച്ചയോടുകൂടി എരിശ്ശേരി അങ്ങ് എത്തിക്കോളും. സന്ധ്യ ആവുമ്പോഴത്തേക്ക് ഞാനും അങ്ങെത്താം. കലണ്ടറിന്റെ ഡയറിയിൽ വല്ലതും കുറിക്കണാവോ? അതൊക്കെ അച്ഛനെ പോലെ എന്നെ മനസ്സിൽ കുറിച്ചിട്ടുണ്ട്. എന്നാ വരട്ടെ. ആയിക്കോട്ടെ. ചേട്ടച്ചാ, ചേട്ടച്ചിന് ഇപ്പഴെന്താ പാൻസ് ഒന്നും ഇടാത്തെ? അതൊക്കെ എന്താ ഇപ്പൊ പറയണ്ടേ? ചേട്ടച്ചൻ ആ ജോലി വേണ്ടെന്ന് വെച്ചതാണോ അതോ പിരിച്ചുവിട്ടതാണോ? എന്നെ കൊണ്ട് അതൊക്കെ ചെയ്യിച്ചിട്ട് ഇപ്പൊ നീ തന്നെ എന്ത് ചോദിക്കാ? എന്നാലേ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ആ ജോലി ഇനിയും കിട്ടുവോ? ഈ പാചകത്തിന് നടപ്പ് ഒരു രസമില്ലാത്ത പണിയാ. ആരെങ്കിലും ചോദിച്ചാ? സ്റ്റാറ്റസ് ഇല്ലാത്ത പണിയായതുകൊണ്ട് മൂക്ക് നാണക്കേടുണ്ടല്ലേ? അയ്യോ അതല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കൂട്ടുകാരോട് എനിക്ക് ബാങ്കിലെ ജോലി എന്ന് പറഞ്ഞാൽ മതി. എടാ പോയി ആ മുഖത്തെ കരിയും വേർപ്പൊക്കെ അങ്ങ് തുടച്ചോളാ. അതിപ്പോ എന്റെ റോൾ ഇവിടുത്തെ കല്യാണ ചെറുക്കന്റെ ഒന്നും അല്ലല്ലോ. ഇങ്ങനെ ആയാലും എന്താ? അതല്ലേ? പിന്നെ എടാ അത് നമ്മുടെ മീനാക്ഷി അല്ലേ? അത് അവളൊന്നും അല്ല. അവളുടെ ഒരു ചായ ഉണ്ടെന്നല്ല. ആണടാ പോയി. നീ എങ്ങനെ ഇവിടെ വന്നു? കണ്ടപ്പോ ആകെ ഒരു സർപ്രൈസ് ആയി പോയി. എന്റെ ടീച്ചറിന്റെ മാരേജാ. ഇവരൊക്കെ ക്ലാസ്മേറ്റ്സ് ആയിരിക്കും അല്ലേ? എന്റെ ചേട്ടൻ ഡോക്ടർ രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ അല്ല, രാമകൃഷ്ണൻ. അച്ഛനമ്മയുടെ പേര് മാറ്റാൻ നിനക്ക് അധികാരമില്ല. പിന്നെ ഇത് ഞാനിവിടുത്തെ പാചകക്കാരനാ. ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന കുക്ക്. വേണമെങ്കിൽ ചീഫ് കുക്ക് എന്ന് വിളിക്കാം. എടാ ഉപയോഗ അത് അല്ല, എനിക്ക് ലേശം ഈ കടുവ് ഇറക്കാനുണ്ട്. പിന്നെ കട. പിന്നെ നീ കോളേജിലാണെന്ന് അറിഞ്ഞപ്പോ നിർമ്മലക്ക് നിന്നെ ഒന്ന് കണ്ടാ കൊള്ളാവുന്നുണ്ട്. ഇവിടെ നിന്നിപ്പോ പോയത് എന്റെ ചേട്ടച്ചനാ. എന്നെ ഒരിക്കൽ പോലും കാണാൻ ഇഷ്ടപ്പെടാത്ത നിങ്ങളെ എനിക്കൊന്ന് കാണുമെന്ന് തോന്നി. സോ ഐ ആം ഹിയർ. ബോൾഡായിട്ട് പറയൂ. ഇതെന്ത് മര്യാദയാ? നീ ഏതാ കുട്ടി? What do you want? എന്നെ ഒരിക്കൽ പോലും കാണാൻ ഇഷ്ടപ്പെടാത്ത നിങ്ങളെ എനിക്കൊന്ന് കാണുമെന്ന് തോന്നി. സോ ഐ ആം ഹിയർ. Nino, if you don't mind, sit there. ഇരിക്കുന്നേ. ഇനി എനിക്ക് സഹിക്കില്ല. Tell me, who are you? അതറിഞ്ഞ നിങ്ങൾക്ക് തീരെ സഹിക്കില്ല. മാതൃത്വവും മനസാക്ഷിയും നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഈ വീട്ടിൽ നിങ്ങളുടെ മകളായി ജീവിക്കേണ്ടിരുന്നവളാണ് ഞാൻ. സത്യത്തിൽ നിങ്ങളെ കടിച്ചു കീറി തിന്നാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. പക്ഷേ നീനോ, നീ എന്തായി പറയാൻ പോണേ? നേരി കണ്ടപ്പോ എനിക്കിഷ്ടായി. ഓ മൈ ഗോഡ് മീനാക്ഷി, സത്യത്തിൽ ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഇത്രയും കാലം ഞാൻ നിന്നെയാണല്ലോ അകറ്റി നിർത്തിയത്. ചേട്ടച്ചാ, ഈ വീക്കെൻഡിൽ പ്ലീസ് ലെറ്റ് മീ ബി ഫ്രീ. നീ വരുന്നില്ലെങ്കിൽ വരണ്ട. പക്ഷേ എന്താ കാര്യമെന്ന് ഞാനൊന്ന് അറിയട്ടെ. അല്ല, അത് പിന്നെ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഡാഡി ഇന്ന് വരും. എന്നെ കൂടെ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ. പ്ലീസ്, ഞാൻ പൊയ്ക്കോട്ടെ ചേട്ടച്ചാ? വേണോ മോളെ? അല്ലെങ്കിൽ ആ കുട്ടി പിണങ്ങും.
വേണ്ട, ആ കുട്ടിയെ പിണക്കണ്ട. നീ വന്നില്ലേലും ചേട്ടച്ച പിണങ്ങില്ല. മോള് വയ്ക്കോ, ഞാൻ ഇറങ്ങട്ടെ. ഞാൻ പോയിട്ട് പിന്നെ അടുത്ത ആഴ്ച വല്ലതും വരാം. Nirmala, actually what kind of a performance is this? Meenu, is it Kudiyattam? No, it's Ottantullal. Oh, ഈ ഓട്ടംതുള്ളലൊക്കെ മീനു എവിടുന്ന് പഠിച്ചു? നാട്ടിലെ ഉത്സവത്തിന് കണ്ടിട്ടുണ്ട്. ഇത് മാത്രല്ല, മീനു കുച്ചിപ്പുടിയും മോഹിനിയാട്ടവും ഭരതനാട്യവും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓ, ഐ സി. അതിന്റെ ഭംഗി ആ ബോഡിക്കുണ്ട്. ഇത്രയും മുടി പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഭംഗിയാണെന്ന് പറയായിരുന്നു. ഓ, ഈ ടൈപ്പ് മുടി എനിക്കായിരുന്നെങ്കിൽ ഭ്രാന്ത് പിടിച്ചേനെ. ഇത്രയും ഭംഗിയും കഴിവും മിടുക്കും ഒക്കെയുള്ള മീനുവിനെ ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്ന നിർമ്മല ആന്റിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. അഭിനന്ദിക്കുന്നത് വെറുതെ അല്ല, വി ഹാവ് എൻ ഐഡിയ. എന്താ അത്? നമ്മുടെ ക്ലബിനെ റെപ്രസെന്റ് ചെയ്ത് ഇത്തവണ മീനുവിന് മിസ് കൊച്ചിൻ കോമ്പറ്റീഷൻ അയക്കാം. അയക്കല്ലേ? ഡെഫിനറ്റ്ലി. Be a model all the time. It's very unnatural. It's not really me, and it's not. Most of the girls are very, when they're not working, they're very more relaxed, much more relaxed. And Stephanie makes the job look oh so easy. മീനാക്ഷി, ഫൈൻ ആർട്സുകളിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നു. ആ മിസ്സസ് രാമകൃഷ്ണൻ ഒന്ന് പിക്ക് ചെയ്തത്. ഫൈൻ ആർട്സ് ഹാളിലല്ലേ? അതെ. അവനോട് ചോദിച്ചോ? അവൻ സമ്മതിച്ചോ? എനിക്കത് അറിയണം. ചേട്ടച്ചനോട് ചോദിച്ചാൽ സമ്മതിക്കില്ല, അതുകൊണ്ട് ചോദിച്ചില്ല. സൗന്ദര്യത്തിന്റെ മായികഭാവം കൊണ്ട് കണ്ണം ചെപ്പിക്കുന്ന ഒരു സായാഹ്നം മിസ് കൊച്ചിൻ കോമ്പറ്റീഷൻ. എത്ര? ഈ സൗന്ദര്യ മത്സരം നിങ്ങൾക്കായി കാഴ്ചവെക്കുന്ന പ്രായോജകർ എക്സ്പോർട്സും ജലിറ്റ പബ്ലിസിറ്റി. നിമ്മി, നീ ഈ നേരത്തെ എൻകറേജ് ചെയ്യുന്നതിന് പകരം പ്ലീസ്. പബ്ലിക്കിന് മുമ്പിൽ എക്സ്പോസ് ചെയ്യുന്നൊന്നും അവൻ സഹിക്കത്തില്ല. കം വിത്ത് മീ, നമുക്ക് പോവാം. ഡോക്ടർ അങ്കിൾ, ഈ 11th അവറിൽ ഇങ്ങനെ വന്ന് ഇന്റർഫിയർ ചെയ്യുന്നത് ശരിയല്ല. മീനാക്ഷി ഞങ്ങളുടെ ക്ലബിന്റെ അഭിമാനമാണ്. Miss Kochi Contest 1993. Ladies and gentlemen, now on the stage, call number 234. Look. Look, Jack. Hi. Call number 305.
നിനക്ക് കൂടെ കുത്തി പറിക്കാനുള്ളതല്ല അവിടെ. നിനക്കറിയാമല്ലേ നിന്റെ പോടോ.